ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളം എന്ന് പറയുമ്പോൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് വാര്യം റോട്ടിൽ. ഈ വാര്യം റോട്ടിൽ ട്രാവൻകൂർ കോട്ട്, ഹോട്ടൽ ട്രാവൻകൂർ കോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നല്ല പുട്ടുമേള നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാ സ്റ്റാർ ഹോട്ടൽസിലും ഇങ്ങനത്തെ നമ്മുടെ നാടൻ ഭക്ഷ്യമേളകളൊക്കെ കൂടുതലും നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബാക്കി ഈ പുട്ടുമേളയുടെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാവാല്ലേ ബാക്കി. അപ്പോൾ ട്രാവൻകൂർ കോർട്ടിലോട്ട് ഞാൻ കയറുകയാണ്. ഇവിടെ കട്ടൗട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, പുട്ടുമേള കോഫി ഷോപ്പ് ട്രാവൻകൂർ കോർട്ട്. നല്ല കറിയും പഴവും പുട്ടും പൊളിക്കും. വേറെ ഹലോ, ഇതാണ് നവീൻ. താങ്ക് യു. നവീൻ നമ്മുടെ റെസ്റ്റോറൻറ്റ് മാനേജറാണ് അല്ലേ? നമ്മൾ എത്ര നാളായി നമ്മുടെ ട്രാവൻകൂർ കോർട്ട് തുടങ്ങിയിട്ട്? 8 years സ്റ്റാർട്ട് ചെയ്തിട്ട് ബിൽഡിംഗ് വന്നതിൽ ഏകദേശം 10 years ആയി. 8 years ആയി ഇപ്പം റണ്ണിങ്ങിലാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് മാക്സിമം ഈ സ്റ്റാർ ഹോട്ടൽസ് ഉള്ള ആൾക്കാർ മൊത്തം നമ്മുടെ നാടൻ ഫുഡിലോട്ടൊക്കെ ഇങ്ങനെ തിരിയാണ്? എന്താണ് അതിൻ്റെ കാര്യം? ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? മാക്സിമം ഓൾറെഡി എല്ലാവർക്കും ഇപ്പം നാടൻ ഫുഡാണ് താല്പര്യം. ഫോറിനേഴ്സ് ആയാലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നത് നാടൻ ഫുഡിനെ കുറിച്ചാണ്. അവരെ ഫുഡ് ചോദിക്കുന്നില്ല, നാടൻ ഫുഡാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇത് ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു? ഞങ്ങളെ ഷെഫുണ്ട് ബിജു മാത്യു. എല്ലാവരും കൂടെ ടീമായിട്ട് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ പുട്ട് സെലക്ട് ചെയ്തത്? നമ്മുടെ എല്ലാവരും എപ്പോഴും പുട്ട് എല്ലാവരും പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നമുക്ക് അതൊരു വെറൈറ്റി ആയിട്ട് മാറ്റിയിട്ട് ഡിന്നറിലേക്ക് മാറ്റിയതാണ്. ഈവനിങ് കോഴ്സ് രീതിയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ വെറൈറ്റീസ് ഓഫ് പുട്ട്. പുട്ടിൻ്റെ ക്രിയേറ്റിവിറ്റി പുള്ളിയാണ് തീർച്ചയായിട്ടും. പുള്ളി തന്നെയാണ്. ബാക്കി റെസിപ്പീസാണ് മൊത്തം പുള്ളിയുടെ റെസിപ്പീസാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മളൊപ്പം ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വേറെ എന്തോ ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് പുള്ളി പോയത്. അദ്ദേഹം നമുക്ക് ജോയിൻ ചെയ്തത്. അല്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് വരും പകരം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് റിമോട്ടിൽ നിന്ന് എത്തിയേക്കാൻ നമ്മുടെ അങ്ങോട്ട് പോകാമല്ലോ അല്ലേ? എനിക്ക് ഇവിടെ നിന്നേ കാണാം അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പുട്ടിന് വേണ്ടി പുട്ടുമേളയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റോർ പോലെ, അതായത് തടിയൊക്കെ വെച്ച് നമ്മുടെ ഓലയൊക്കെ മെയിൻ ഇങ്ങനെയൊക്കെ വെച്ച് പായയുടെ ഒരു സെറ്റപ്പൊക്കെ വെച്ച് ഒരു നാടൻ സെറ്റപ്പ്, ഒരു കടയില്ലേ നാട്ടിൻപുറത്ത് പോയി ഒരു കട ആണല്ലോ, ആ ഒരു സെറ്റപ്പിൽ വെച്ചാണ്. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? സ്പെഷ്യാലിറ്റി ട്രാവൻകൂർ സീ ഫുഡ് പുട്ടുണ്ട്. ഓക്കെ, മിക്സഡ് സീ ഫുഡ് ഉണ്ടാവും. മിക്സഡ് സീ ഫുഡ്, പ്രോൺസ് ഉണ്ടാവും, ഷ്രിംസ് ഉണ്ടാവും, പിന്നെ സ്ക്വിഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മസാല ഉണ്ടാവും. നോർമലി എല്ലാ പുട്ട് ഫെസ്റ്റിവലൊക്കെ കാണാൻ നമ്മൾ ആ പീരിടും അവിടെ മാത്രമാണ് മസാല ഇടുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല, അരുവിലും മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ വരുന്നത്. മൊത്തത്തിൽ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് കറീസ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ ട്രാവൻകൂർ സീ ഫുഡ് പുട്ടൊന്നും ശരിക്കും കറിയുടെ ആവശ്യമില്ല. പപ്പടം തന്നെ മതി. പിന്നെ നമുക്ക് നോർമൽ പുട്ടുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്, സാധാ പുട്ടുണ്ട്. അതിനൊക്കെയാണെങ്കിൽ കറി സെപ്പറേറ്റ് ഉണ്ട്. ഡക്ക് റോസ്റ്റ്. എന്തൊക്കെ കറികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡക്ക് റോസ്റ്റ് ഉണ്ട്, നാടൻ കോഴിക്കറി ഉണ്ട്, പിന്നെ ചെമ്മീൻ ഉലർത്തിയത്, പിന്നെ പയറില്ലേ, ചെറുപയർ, അത്. ഇത് എന്താ ശരിക്കും? ഇത് നമ്മൾ ശരിക്കും ഒരു ബ്രെഡ് വെച്ചിട്ടല്ലേ? അതാണ് ഞാനിങ്ങനെ ഒടിച്ച് കഴിക്കാനൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വുഡറാണെന്ന് തോന്നും. വാക്സ് ചെയ്താണ്. അതെ, വാക്സ് ചെയ്താണ്. വാക്സ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇലയൊക്കെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ വിലയാണ് നമ്മൾ പുട്ട് പ്രസന്റേഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതല്ലേ? അതെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അല്ലേ? സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ജോലികളിലേക്ക് കിടക്കാം. തീർച്ചയായും ഞാൻ എൻ്റെ ജോലികളിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിജിൽ എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഞാൻ 4 വർഷമായി. 4 വർഷമായി. എന്താ സ്പെഷ്യലൈസ് ചെയ്തേക്കണേ? ഞാൻ സൗത്ത് നോർത്തുമാണ്. സൗത്ത് നോർത്ത്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഷെഫിന്റെ പേരെന്താ? ബിജു മാത്യു. ബിജുവിന്റെ ഒപ്പമാണ് ഷെഫിന്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്യാണ്. പുട്ടില് നല്ല താല്പര്യമുണ്ട്. പുട്ടില് താല്പര്യമുണ്ട്. ഒരാഴ്ചയായി നമ്മളിവിടെ ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടില്ലേ? ഓക്കെ, എന്നായിരുന്നു ആരംഭിച്ചത്? ഏപ്രിൽ 10. ഏപ്രിൽ 10. ഇതിപ്പം മെയ്. ഈ മാസം അവസാനം വരെ ഉണ്ടാവും. 31-ാം തീയതി വരെ ഉണ്ടാവും. അതിന് മുമ്പ് വരണം. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുട്ടൊക്കെ ഉണ്ടാക്കി തരുകയും ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇതിവിടെ എത്ര തരം പുട്ടുകളുണ്ട്? ഏകദേശം 10-12 തരം പുട്ടുകളുണ്ട്. 10-12 തരം പുട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? ഇത് സാദാ പുട്ടുണ്ട്, റവപ്പുട്ടുണ്ട്, ഗോതമ്പ് പുട്ട്, ചെമ്പാപ്പുട്ട്, കപ്പ, നമ്മുടെ ഉണക്കക്കപ്പ പൊടിച്ചിട്ടുള്ള പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് കപ്പപ്പുട്ട്. പച്ചക്കപ്പല്ലേ? പച്ചക്കപ്പ. കപ്പല്ലേ? കുഴപ്പമൊന്നുമില്ല.
നമ്മൾ വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വെറൈറ്റീസ്? ഇവിടെ ട്രാവൻകൂർ സ്പെഷ്യൽ സീ ഫുഡ് പുട്ടുണ്ട്. സീ ഫുഡ് പുട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് വരുന്നത്? അത് സ്ക്വിഡ്, പ്രൗൺസ്, അങ്ങനത്തെ ഐറ്റങ്ങൾ. ഇത് നമ്മുടെ ട്രാവൻകൂർ കോട്ടിൻ്റെ സീ ഫുഡ് പുട്ടിനുള്ള ഫില്ലിങ്ങുകൾ. സീ ഫുഡ് പുട്ടിൻ്റെ ഇത് എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം പ്രേക്ഷകർക്ക്. ഇത് വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാലയിൽ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് മസാലയിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, സവാള വഴറ്റി അതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് ടൊമാറ്റോ ഇട്ടു. എന്തൊക്കെയാണുള്ളത് ഇതിനകത്ത്? ഇതിൽ സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് വരുന്നുണ്ട്, സീർ ഫിഷ്, പിന്നെ കക്ക. ഇത്ര ഐറ്റങ്ങൾ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു മിക്സാണ്. ഇത് കൂട്ടി ചോറുണ്ടാണ്, അത് കൂടാണ്ട് പുട്ടിനും ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സീ ഫുഡ് മിക്സ്, ട്രാവൻകൂർ സ്പെഷ്യൽ സീ ഫുഡ് പുട്ടിൻ്റെ സീ ഫുഡ് മിക്സിങ്. ഓക്കെ, അപ്പോൾ അതവിടെ വയ്ക്കാം. അടുത്തത് നമ്മുടെ ചിക്കൻ പുട്ടാണ്. ചിക്കൻ പുട്ട്. ഓക്കെ, നല്ല ചൂട്. ഇത് നമ്മുടെ ചിക്കൻ പുട്ടിനുള്ള ഫില്ലിംഗ് ആണ്. ഇതെന്തൊക്കെയാണ്? ഇത് നമ്മുടെ അതാണ് സൗത്ത് ഇന്ത്യൻ മസാലയിൽ കുക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി എല്ലാം ഇട്ട് ഓണിയൻ ഇട്ട് സോട്ട് ചെയ്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് മിൻസ് ചെയ്തിട്ട് മസാലയിലിട്ട് സോട്ട് ചെയ്ത് ഒന്ന് ഒലർത്ത് മോഡലാണ് കേട്ടോ. ഇതങ്ങോട്ട് വെച്ചേക്കാം. അടുത്ത് നമ്മുടെ പനീർ പുട്ടാണ്. പനീർ പുട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പനീറാണ്. എന്തൊക്കെയാണ് ഇത് സൗത്ത് ഇന്ത്യൻ മസാല നമ്മൾ പറഞ്ഞ പോലെ ആദ്യം മസ്റ്റാർഡ് ഇടുക, റെഡ് ചില്ലി ഇടുക, കർലീഫ് പൊട്ടിച്ച്, പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പിന്നെ ഓണിയനും കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്തു. മറ്റേ മസാലാസ് യൂസ് ചെയ്യില്ല, സ്പൈസസ് മസാല ഇല്ല, ടർമറിക് മാത്രം കുറച്ച് യൂസ് ചെയ്യും. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി ഇതൊക്കെ സോട്ട് ചെയ്തെടുത്ത പച്ചപ്പൊക്കെ കളഞ്ഞെടുത്ത് പച്ചപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുത്ത് ആ ഒരു എഗ്ഗിന്റെ മുട്ട ചിക്കിയ ആ ഒരു മുട്ട ചിക്ക്. അടുത്ത നമ്മളെ ബീഫ് കീമ ഫുഡ്. ഇത് കീമ വാങ്ങിയതാണോ നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഇവിടെ ഉണ്ടാക്കുന്ന തന്നെയാണ്. എങ്ങനെ കീമ ഉണ്ടാക്കിയത്? അതായത് ഇതിന്റെ ബീഫിന്റെ മിൻസ് ചോപ്പ് ചെയ്തിട്ട് അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. സോട്ട് ചെയ്തിട്ട് സൗത്ത് ഇന്ത്യൻ മസാല തന്നെ സെയിം വരുന്നത്. ജിഞ്ചർ ഗാർലിക് ചില്ലി ഓണിയൻ കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്ത് നമ്മൾ ബീഫ് വളർത്തിന്റെ സെയിം ഇതല്ല. അടുത്ത പിന്നെ ചൈനീസ് സ്റ്റൈലാണ്. ഷെഷ്വാൻ നൂഡിലാണ്. നൂഡിൽ അമ്മ പൊളിച്ചത്. അടുത്തൊരു വെറൈറ്റി വന്നേക്കുന്നത് ഷെഷ്വാൻ നൂഡിൽ പുട്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇത് നമ്മുടെ സാധാ നൂഡിൽ ഷെഷ്വാൻ നൂഡിൽ അടിച്ച് ഇത് റൈസിൻ്റെ ഒപ്പരം മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കും. ഒപ്പരം മിക്സ് ചെയ്ത് ഫ്ലോറിൻ്റെ ഒപ്പരം വയനാട്ടിലാണ്, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പരം പുട്ട് പൊടിയുടെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഷെഷ്വാൻ നൂഡിൽ ചൈനീസ് പുട്ട്. അടുത്തത് ഷെഷ്വാൻ മഷ്റൂമാണ്. പറയണമെങ്കിൽ ചൈനീസ്. അപ്പോൾ ഇത് മഷ്റൂം ഇതെങ്ങനെ ഉണ്ടാക്കിയതാ? ഇത് നമ്മളെ ഷെഷ്വാൻ്റെ ഗ്രേവി അടിച്ച് അതിൽ മഷ്റൂം ഗ്രേവി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ സോയാ സോസും ടൊമാറ്റോ സോസും സോസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ചൈനീസുകാർ ചെയ്യുന്ന ഒരു ഇതാണ്. അതിൽ നമ്മളെ ഫ്ലോർ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കും. ഓക്കെ, ഫ്ലോർ മിക്സ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു മിക്സിൽ നല്ല മഷ്റൂമൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ പിന്നെ സാധാ പുട്ട് തേങ്ങാപ്പീരൊക്കെ ഇതൊക്കെ വെറൈറ്റി. ഇനി ഇത് ഇത്ര ഉള്ളോ അതോ? ഇല്ല, ഇത്രയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വേറെ വെറൈറ്റികളുണ്ട്. ഷെഫിന്റെ സ്പെഷ്യലാണ്, അതുകൊണ്ട് കൈ കടത്തിയിട്ടില്ല. ഇല്ല, ഇതിപ്പോ എങ്ങനെയാണ് ഈ മിക്സ് എങ്ങനെയാ സെലക്ട് ചെയ്യണത്? അത് നമ്മൾ ഗസ്റ്റ് വരുന്ന അവരുടെ ചോയ്സ് അനുസരിച്ചാണ്. അവർക്ക് എനിക്ക് പുട്ട് വേണം, റാഗി പുട്ടില് ചിക്കൻ ഗസ്റ്റ് ചോദിക്കുന്ന പോലെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഗസ്റ്റ് പറയണ ഇപ്പൊ ചെമ്പാ പുട്ട് വേണമെന്ന് പറഞ്ഞാൽ ചെമ്പയിൽ ചീര വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. കോമ്പിനേഷൻസ് എല്ലാത്തിനും ചെയ്യില്ല, കുഴപ്പമില്ല, എല്ലാം ചേരും. പൊളിച്ച്.